വളരെ യാദൃശ്ചികമായിട്ടാണ് തിരൂർക്ക് പോകുമ്പോൾ ഈ ഒരു സംഭവം കാണുന്നത്. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, നമുക്കിതൊന്ന് കണ്ടിട്ട് പോവാന്ന്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എഴുത്തുകാർക്കൊക്കെ പറ്റിയ സ്ഥലമാണ്, അവിടെയൊക്കെ ബുക്സുകളും കിട്ടും, എന്താ വെച്ചാൽ വാങ്ങിക്കോ എന്നാണ്. ഒന്നും വാങ്ങി തന്നില്ലെങ്കിലും ആ വാക്കിന് വല്ലാത്തൊരു ശക്തി ഉണ്ടായിരുന്നു. കാരണം വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം എന്നെ ഒരു എഴുത്തുകാരിയായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. ആ വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു രോമാഞ്ചവും ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. എല്ലാവരും എന്തോ കാര്യമായിട്ട് പഠിക്കണ പോലെ, എന്തോ ഒരു സംഭവം സെമിനാർ എന്തോ നടക്കുന്ന പോലെ തോന്നിയത്. അപ്പോൾ ജസ്റ്റ് ഒരാളോട് ചോദിച്ചു നോക്കുമ്പോൾ പറഞ്ഞത് അവിടെ പട്രുമാലിൻ്റെ ഓഡിഷൻ നടക്കുകയാണ്. അത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഈ ഒരു കെട്ടിടത്തിൻ്റെ ഒക്കെ മാസ്മരികമായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. ആ ഭംഗിയിൽ എങ്ങനെ മുങ്ങിക്കൊണ്ട് ഞങ്ങളങ്ങനെ സ്വപ്നത്തിൽ എന്ന പോലെ പോവായിരുന്നു. അതിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ആളുകളായിരുന്നു ഭൂരിപക്ഷം പേരും. അങ്ങനെ പാട്ട് പാടാത്ത ഞങ്ങളും ഇതൊക്കെ ആസ്വദിച്ച് കുറച്ചു നേരം അവിടെ ചെലവഴിച്ചിട്ട് പോന്നു. ഇങ്ങനെ വീണ് കിട്ടുന്ന ചെറിയ ചെറിയ നിമിഷങ്ങളുണ്ടല്ലോ, അത് കല്ലിൽ തന്നെ കൊത്തിവെക്കണം, വീണ്ടും വീണ്ടും അയവിറക്കാൻ. ഇങ്ങനെ അയവിറക്കാൻ നല്ല നല്ല നിമിഷങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ. മേ ഗോഡ് ബ്ലെസ്സസ്.